സുലൈമാൻ ഹുറത്തെയും കുഞ്ഞിനെയും കാണാനെത്തി. എൻ്റെ പ്രിയ സുൽത്താന, നീ എന്നെ വീണ്ടും സന്തോഷിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ അമ്മയ്ക്കും അച്ഛനുമൊപ്പം സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം കൊടുക്കട്ടെ, വാലിദ സുൽത്താന പറഞ്ഞു. നന്ദി വാലിദ. വാലിദയെയും ഈ സന്തോഷം ഏറെ നാൾ കാണാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ഹുറം പറഞ്ഞു. വാലിദ സുൽത്താന തലയാട്ടി. ഹുറവും സുലൈമാനും പരസ്പരം നോക്കി ചിരിച്ചു. ഖദീജ സുൽത്താന മണിയറയിൽ ഇബ്രാഹിമിനെ കാത്തിരിക്കുകയായിരുന്നു. ഗുൽഫാം പറയുന്നു, ഇബ്രാഹിം പാഷ വരാറായിട്ടുണ്ട്. ഞാൻ പോട്ടെ സുൽത്താന. കുറച്ചു നേരം കൂടി നിൽക്ക് ഗുൽഫാം. സുൽത്താന, നിങ്ങൾ ഒരുപാട് നാളായി കൊതിക്കുന്ന ഒരു ദിവസമല്ലേ ഇന്ന്. ഒട്ടും പേടിക്കണ്ട, സമാധാനമായിരിക്കുക. ഗുൽഫാം നെറ്റെടുത്ത് മുഖത്തിട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളായിരിക്കട്ടെ. സാദിക ശ്രദ്ധിച്ചു. ഗുൽഫാം പോയി. നിഗാർ മാഹിദേവരാൻ്റെ ചേംബറിലേക്ക് വന്ന് പറയുന്നു, സുൽത്താന, വാലിദ സുൽത്താന നിങ്ങളെ ഷേസാദിൻ്റെ പേരിടൽ ചടങ്ങിന് വിളിക്കുന്നുണ്ട്. മാഹിദേവരാൻ ഒന്നും മിണ്ടിയില്ല. നിഗാർ കുമ്പിട്ടിട്ട് പോയി. സുൽത്താന പോകുന്നുണ്ടോ? മാഹിദേവരാൻ തലയാട്ടി. വാലിദ എന്തിനാ സുൽത്താനയെ അങ്ങോട്ട് വിളിക്കുന്നത്? ഇതിവിടുത്തെ ആചാരമാണ് ഗുൽഷ. ഞാനും അതിനൊപ്പം നിന്നേ പറ്റൂ. ഇബ്രാഹിം ലിയോ വരച്ച ചിത്രങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. ഗുൽഫാം അങ്ങോട്ട് വന്നു. ഗുഡ് നൈറ്റ് പാഷ. ഇബ്രാഹിം തിരിഞ്ഞു നോക്കി. ഗുൽഫാം ഹാത്തൂൻ, വളരെ നന്ദിയുണ്ട്. നിങ്ങൾ ഒരുപാട് സഹായിച്ചു. എന്നെക്കൊണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു ചെയ്യാനാവുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സുൽത്താനയെ നന്നായി നോക്കിയാൽ മതി. അവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. സന്തോഷമായി ജീവിക്കണം. അതാണ് താങ്കൾക്ക് എന്നോട് ചെയ്യാനാവുന്ന ഏറ്റവും വലിയ നന്ദി. ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. മാഹിദേവരാൻ പേരിടൽ ചടങ്ങിനെത്തുന്നു. വാലിദ സുൽത്താനയ്ക്ക് സന്തോഷമായി. ഹുറവും മാഹിദേവരാനും പരസ്പരം നോക്കി. മാഹിദേവരാൻ ഒരു രക്ഷാ ലോക്കറ്റ് കൊണ്ടുവന്ന് കുഞ്ഞിന് അണിയിച്ചു കൊടുത്തു. അള്ളാഹു ഇവന് എന്നും സന്തോഷവും ആരോഗ്യവും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മാഹിദേവരാൻ, സുലൈമാൻ പറഞ്ഞു. ഞാൻ ഇവന് എൻ്റെ ബാബ സുൽത്താൻ സലിം ഖാൻ്റെ പേരിടാൻ ആഗ്രഹിക്കുന്നു. പേര് കുഞ്ഞിൻ്റെ ചെവിയിൽ പറഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, അള്ളാഹു അവനെ സന്തോഷത്തോടെ വയ്ക്കട്ടെ. ഈ സാമ്രാജ്യത്തിനായി മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ അള്ളാഹു അവനെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇബ്രാഹിം ഖദീജ സുൽത്താനയുടെ അടുത്തേക്ക് വന്നു. ഖദീജ എണീറ്റു. സാദിക കുമ്പിട്ടിട്ട് അവിടുന്ന് പോയി. ഇബ്രാഹിം അടുത്തേക്ക് ചെന്നൊന്ന് നോക്കിയിട്ട് വസ്ത്രത്തിൽ മുത്തം വെച്ചു. ഏറെ നാളായി കാത്തിരുന്ന അവരുടെ ആദ്യ രാത്രി അവർ വിജയകരമായി ആഘോഷിച്ചു. വെനിറ്റിയൻ അംബാസിഡർ തോമസ് മാസിനോഗോ ലെറ്റർ എഴുതുന്നു. ഇബ്രാഹിം പാഷയുടെയും ഖദീജ സുൽത്താനയുടെയും കല്യാണത്തിന് 50,000-ഓളം അതിഥികളുണ്ടായിരുന്നു. വളരെ ഗംഭീരമായ 15 ദിവസം നീണ്ട കല്യാണാഘോഷങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇസ്താംബുൾ തെരുവുകളിൽ മുഴുവൻ ആഘോഷ പരിപാടികൾ ഒരുക്കിയിരുന്നു. വത്തിക്കാനിൽ മാർപ്പാപ്പ ആ ലെറ്റർ വായിക്കുന്നു. ഇനി മുതൽ ഇബ്രാഹിം പാഷ ഗ്രാൻഡ് വിസിയർ മാത്രമല്ല, ഓട്ടോമൻ രാജകുടുംബത്തിലെ ഒരു അംഗം കൂടിയാണ്. അയാൾ കൂടുതൽ ശക്തനായി. ഇസ്താംബുൾ കൊട്ടാരത്തിൻ്റെ വാതിലുകൾ ചരിത്രത്തിൽ ആദ്യമായി സാധാരണക്കാർക്ക് വേണ്ടി തുറന്നിട്ടു. ആളുകൾ ഈ വിവാഹം ആഘോഷിച്ചുവെങ്കിലും ഇതിനായി ഒരുപാട് പണം ഖജനാവിൽ നിന്നും ചിലവഴിച്ചതിൽ ചിലർ പരാതി പറയുന്നത് കേട്ടു. പട്ടാളക്കാർ ഈ സാഹചര്യത്തിൽ ആളുകളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടിയതിനാൽ അവർക്കും അതൃപ്തി ഉണ്ടായിരുന്നു. റോഡസിലെ യുദ്ധത്തിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ അനാവശ്യമായി ചെലവഴിച്ച് തീർത്തു എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഈ കല്യാണ ആഘോഷങ്ങൾക്കിടയിൽ സുൽത്താൻ സുലൈമാനും ഹുറം എന്നൊരു റഷ്യൻ അടിമ സ്ത്രീയിൽ വീണ്ടും ഒരു മകൻ കൂടി ജനിച്ചു. ആ കുഞ്ഞിനവർ സെലിം എന്ന് പേരിട്ടു. ലെറ്റർ വായിച്ചു കേട്ട മാർപ്പാപ്പ പറയുന്നു, ഇബ്രാഹിം പാഷയുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. അദ്ദേഹത്തിൻ്റെ അമ്മ വത്തിക്കാനിൽ നിന്നുള്ള സ്ത്രീയാണ്. ഓട്ടോമൻ ഗ്രാൻഡ് വിസിയർ നമ്മുടെ സംസ്കാരം അറിയുന്ന, നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ഒരാളാണ്. വെനിറ്റിയൻ അംബാസിഡർ അദ്ദേഹവുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കണം. എല്ലാവരും തലയാട്ടി. ഖദീജ ഷേസാദ് സെലിമിനെ കാണാനെത്തുന്നു. സുൽത്താന വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യം നടക്കാറില്ല. ഖദീജ ഒന്നും മിണ്ടിയില്ല. നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഹുറം? സുഖമായോ? ഇത്രയും നേരം കിടക്കുകയായിരുന്നു. ഇപ്പോൾ എണീറ്റതേയുള്ളൂ. കിടന്നു മതിയായി. ഖദീജ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി. അതിലുണ്ടായിരുന്ന രക്ഷാലോക്കറ്റ് കണ്ട് ചോദിക്കുന്നു, ഇതാര് തന്നതാ? മാഹിദേവരൻ സുൽത്താനയുടെ സമ്മാനമാണ്. നല്ല കാര്യം. ഇങ്ങനെ വേണം നിങ്ങൾ രണ്ടുപേരും ഇവിടെ ജീവിക്കാൻ. നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ വിഷമമാവാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സുൽത്താനയ്ക്ക് സന്തോഷമാണോ? ഖദീജ ചിരിച്ചു. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇപ്പോൾ ഞാൻ ആകാശത്ത് പറന്നു നടക്കുന്ന ഒരു പറവയെപ്പോലെയാണ്. ഹുറം നെടുവീർപ്പെട്ടു. സുലൈമാൻ മുസ്തഫയെ അമ്പെയ്യാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇബ്രാഹിം അങ്ങോട്ട് വരുന്നു. ഇൻക്യാരം. സ്വാഗതം ഇബ്രാഹിം. നിന്റെ കല്യാണത്തിന് ഒരുക്കിയിരുന്ന അമ്പെയ്ത്ത് മത്സരം കണ്ട മുസ്തഫയ്ക്ക് അത് പഠിക്കണമെന്ന് പറഞ്ഞു. സുലൈമാൻ പറഞ്ഞു, ഞാനൊരു വളരെ നല്ല ആർച്ചറായി മാറും ഇബ്രാഹിം. മുസ്തഫ, ഇനി മുതൽ ഇബ്രാഹിം എന്ന് വിളിക്കരുത്. ഇബ്രാഹിം പാഷ എന്ന് വേണം വിളിക്കാൻ. ഷേസാദ് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോട്ടെ ഇൻക്യാരം. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് അല്ലേ മുസ്തഫ? അതെ. എൻ്റെ വാൾപ്പയറ്റ് ട്രെയിനിങ് എപ്പോൾ തുടങ്ങും പാഷ? അടുത്ത ആഴ്ച നമുക്ക് പട്ടാള ക്യാമ്പിൽ പോകാം. സുലൈമാൻ മുസ്തഫയെ മുത്തം വെച്ചു. ഇനി എനിക്ക് മരവാൾ തരരുത് പാഷ.
ഇല്ല, ഇനി മുസ്തഫ ഒരു കൊച്ചുകുട്ടിയല്ല, നിനക്ക് ഒറിജിനൽ വാള് തന്നെ തരാം, സുലൈമാൻ പറഞ്ഞു. ഇൻക്യാരം, അങ്ങ് വെനിറ്റിയൻ അംബാസഡറിനെ ഇന്ന് കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല, ആവശ്യമെങ്കിൽ നീ കണ്ടാൽ മതി. ലുത്തറിനെ കുറിച്ച് വിവരം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചേക്ക്. ഇബ്രാഹിം തല കുമ്പിട്ടു. ഇൻക്യാരം, നാളെ വൈകിട്ട് അങ്ങയെ ഞങ്ങളുടെ പാലസിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരാം ഇബ്രാഹിം. ഇബ്രാഹിം തല കുമ്പിട്ടു. ഇൻക്യാരം, ഷേസാദ്, ഞാൻ പോണു. ഇബ്രാഹിം പോയി. ലിയോ അയാൾ വരച്ച ചിത്രങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. മാത്രാച്ചി അങ്ങോട്ട് വരുന്നു. നല്ല ഭംഗിയുണ്ട് ലിയോ, നീ നല്ലൊരു കലാകാരനാണ്. താങ്ക് യു. ഇബ്രാഹിം പാഷ എന്നോട് മറ്റൊരു ചേംബറിൽ കൂടി കുറച്ച് പെയിൻറ്റിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൂടി ചെയ്യണം. അത് ചെയ്യും മുമ്പ് ഇൻക്യാരത്തിൻ്റെ ചിത്രം വരയ്ക്കാനുണ്ട്, മാത്രാച്ചി പറഞ്ഞു. അദ്ദേഹത്തിന് അതിന് വലിയ താല്പര്യമൊന്നും ഉള്ളതായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ലിയോ. സാദിക അങ്ങോട്ട് വരുന്നു. മാത്രാച്ചിയെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. സോറി, ഞാൻ അറിഞ്ഞില്ല നിങ്ങളിവിടെ ഉണ്ടെന്ന്. അവൾ പോകാൻ പോയി. വേണ്ട വിക്ടോ, സാദിക ഹാത്തൂൻ. അവൾ അവിടെ നിന്നു. മാത്രാച്ചി അടുത്തേക്ക് ചെന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമുക്ക് ഗാർഡനിൽ വെച്ചൊന്ന് കാണാനാവുമോ? എനിക്കതിന് അനുവാദമില്ല. ആരെങ്കിലും കണ്ടാൽ കൊന്നുകളയും. അതോർത്ത് വിഷമിക്കേണ്ട, ഇത് ഇൻക്യാരത്തിൻ്റെ പാലസല്ല. സാദിക ഒന്നും മിണ്ടിയില്ല. ഹദീജ സുൽത്താന ഹുറത്തിൻ്റെ ചേംബറിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാഹിദേവരാൻ കയറി വരുന്നു. മാഹിദേവരാൻ. മാഹിദേവരാൻ കുമ്പിട്ടു. സുൽത്താന വന്നു എന്ന് ഞാൻ കേട്ടു. എന്നെ കാണാതെ തിരിച്ചു പോയാലോ എന്ന് പേടിച്ച് അന്വേഷിച്ചു വന്നതാണ്. ഹുറം നോക്കുന്നു. ആദ്യം ഷേസാദിനെ വന്ന് കാണാമെന്ന് വെച്ചു. സുൽത്താന തന്ന രക്ഷാ ലോക്കറ്റ് ഹദീജ സുൽത്താനയ്ക്ക് വളരെ ഇഷ്ടമായി, ഹുറം പറഞ്ഞു. മാഹിദേവരാൻ ഹദീജയെ നോക്കി ചിരിച്ചു. ഞാൻ വന്നിട്ട് വാലിദയെ കണ്ടില്ല. വാ, നമുക്ക് വാലിദയുടെ അടുത്തേക്ക് പോകാം. തീർച്ചയായും പോകാം സുൽത്താന. ഹദീജ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാഹിദേവരാൻ ഹുറത്തിൻ്റെ അടുത്ത് വന്ന് പറയുന്നു. രണ്ടാമതൊരു ഷേസാദ് കൂടി ജനിച്ചു എന്ന് വെച്ച് അധികം സന്തോഷിക്കുകയൊന്നും വേണ്ട. ഏത് ഷേസാദാണ് ബാദിഷയാവുന്നത് എന്നതിലാണ് കാര്യം. ഹുറം ഒന്നും മിണ്ടിയില്ല. മാഹിദേവരാൻ ഇറങ്ങിപ്പോയി. മാത്രാച്ചി സാദികയെ കാത്ത് പാലസിന് പുറത്ത് നിന്നു. സാദിക അങ്ങോട്ട് വരുന്നു. നസ്സു ആഫൻഡി, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നോക്ക്, ഞാൻ നിങ്ങളുടെ മുഖം മറന്നു പോകാതിരിക്കാനായി വരച്ചതാണ്. അത് കണ്ട സാദിക അസ്വസ്ഥയായി. നിങ്ങളുടെ സൗന്ദര്യം മുഴുവനായും വരച്ചെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിഷ്ടമായോ സാദിക ഹാത്തൂൻ? എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ. പോകുന്നതിന് മുമ്പ് എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കാമോ? ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും, ഞാൻ പോണു. സാദിക ഓടിപ്പോയി. മാത്രാച്ചിക്ക് വിഷമമായി. ഹദീജ സുൽത്താന വാലിദയുടെ ചേംബറിലെത്തി. എൻ്റെ പൊന്ന് ഹദീജ, നിന്റെ സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു. സാദിക എങ്ങനെയുണ്ട്? അവൾ നന്നായി എല്ലാം ചെയ്യുന്നുണ്ട്. വാലിദ പറഞ്ഞതുപോലെ തന്നെ നല്ല വിനയമുള്ള പെണ്ണാണവൾ, ഹദീജ പറഞ്ഞു. അവളെപ്പോലൊരു ദാസിയെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. നീ ഇവിടുന്ന് പോയത് എനിക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല. ദിവസവും രാവിലെ ഇങ്ങോട്ട് വാ, വൈകിട്ടാവുമ്പോൾ പോയാൽ മതി. വാലിദ, നാളെ വൈകിട്ട് എൻ്റെ പാലസിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പാർട്ടി വയ്ക്കുന്നുണ്ട്. വാലിദ, ഇൻക്യാരം, ഗുൽഫാം, മാഹിദേവരാൻ എല്ലാവരും വരണം. നിങ്ങളെ എല്ലാവരും സ്വീകരിക്കാനുള്ള സന്തോഷത്തിലാണ് ഞാൻ. സുൽത്താനയുടെ പാലസിൽ വരാനുള്ള അതിയായ സന്തോഷത്തിലാണ് ഞങ്ങളും, അല്ലേ വാലിദ? വാലിദ സുൽത്താന മാഹിദേവരാനെ നോക്കി ചിരിച്ചു. തീർച്ചയായും വരും ഹദീജ. വെനിറ്റിയൻ അംബാസഡർ ഇബ്രാഹിമിനെ കാണാൻ എത്തുന്നു. കുമ്പിട്ടു. എൻ്റെ പാഷ, വെനീസ് മേധാവിയും മാർപ്പാപ്പയും അങ്ങേക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ലെറ്റർ തന്നുവിട്ടിട്ടുണ്ട്. അത് അയാസ് പാഷയെ ഏൽപ്പിച്ചു. താങ്ക് യു. ഇബ്രാഹിം ഒന്ന് ആലോചിച്ചിട്ട് ചോദിക്കുന്നു. മാർട്ടിൻ ലൂതറിൻ്റെ വിലക്ക് എത്ര കാലം നിലനിൽക്കും? മാർപ്പാപ്പ അദ്ദേഹത്തോട് ക്ഷമിക്കും വരെ അത് നിലനിൽക്കും പാഷ. ഒരിക്കൽ ഉപേക്ഷിച്ചാൽ പിന്നെ അയാൾക്കൊരു തിരിച്ചുവരവില്ല, ഇബ്രാഹിം പറഞ്ഞു. പാഷ, നിങ്ങളുടെ വെഡ്ഡിംഗ് ഗിഫ്റ്റ് ഇന്ന് എത്തിയിട്ടുണ്ട്. ഞാനത് അങ്ങയുടെ പാലസിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് വ്യാപാരികൾ ഇവിടെ പ്രശ്നത്തിലാണ്. അവരുടെ ഗോഡൗണുകൾ കള്ളന്മാർ കൊള്ളയടിക്കുകയാണ്. അങ്ങ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. വിഷമിക്കണ്ട, അയാസ് പാഷയോട് ഇതേപ്പറ്റി അന്വേഷിക്കാൻ ഞാൻ പറയാം. അവർ കുമ്പിട്ടു. നിഗാർ ഹുറത്തോട് ചോദിക്കുന്നു. ഇനി എന്താ നിന്റെ പ്രശ്നം? മാഹിദേവരാൻ സുൽത്താൻ ഇവിടെ വന്ന് ഷേസാദിന് രക്ഷാ ലോക്കറ്റ് അണിയിച്ചു കൊടുത്തു. അവരുടെ ഒരു രക്ഷാ ലോക്കറ്റ്. അവർ ഇവിടെ ഒന്ന് പറയുക, എന്നോടധികം സന്തോഷിക്കേണ്ട, മുസ്തഫയായിരിക്കും അടുത്ത ബാദുഷയെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്തൊക്കെയാണ് പറയുന്നതെന്ന്. നീ ഒന്നും പറയാൻ നിൽക്കണ്ട. അവർ പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കണ്ട. എനിക്ക് അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരികയാണ്. എങ്ങനെയാണ് ഞാൻ സഹിച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മാഹിദേവരാൻ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് സുൽത്താൻ സുലൈമാൻ്റെ ഇഷ്ടം നേടിയെടുക്കാനാണ്. ഒരു ഗാർഡ് അങ്ങോട്ട് വരുന്നു. സുൽത്താന, നിങ്ങളോട് റെഡിയായി ഗാർഡനിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഇൻക്യാരം അവിടെ നിങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഹുറോയും നിഗാറും പരസ്പരം നോക്കി. എവിടെയെങ്കിലും പോകാനാണോ? അയാളൊന്നും മിണ്ടിയില്ല. ഗുൽനിഹാൽ എവിടെയാണെന്ന് നോക്കിയിട്ട് ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ, ഹുറം അയാളോട് പറഞ്ഞു. ദായ ഹാത്തുൻ വാലിദ സുൽത്താനയുടെ ചേംബറിലേക്ക് വരുന്നു. കുമ്പിട്ടു. സ്വാഗതം സുൽത്താന, അവർ ഹദീജ സുൽത്താനയോട് പറഞ്ഞു. താങ്ക് യു ദായ ഹാത്തുൻ. വാലിദ, നേരം വൈകുന്നു, ഞാൻ ഇറങ്ങട്ടെ. അവർ എണീറ്റു. നാളെ അങ്ങോട്ട് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം. പാർട്ടിയുടെ കാര്യം ഹുറം ഹാത്തുനോട് പറയാൻ ഞാൻ മറന്നുപോയി. അവളെ കൂടി വിളിച്ചിട്ട് ഞാൻ ഇറങ്ങുന്നു വാലിദ. സുൽത്താന, നിങ്ങൾ വൈകിപ്പോയി. ഹുറം ഹാത്തുൻ ഇൻക്യാരത്തിൻ്റെ കൂടെ ഇപ്പോൾ പോയതേ ഉള്ളൂ.
എന്തതായി നീ പറയുന്നത്? വാലിദ സുൽത്താന ചോദിച്ചു. അവർ എവിടെ പോയി? മാഹിദേവ്രാൻ ചോദിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. ഹുറവും സുലൈമാനും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ഇൻക്യാരം? നിനക്കിഷ്ടപ്പെട്ട ഇടത്തേക്കാണ് പോകുന്നത്. ഇൻക്യാരം, അങ്ങയോടൊപ്പം എവിടെയാണെങ്കിലും എനിക്കത് സ്വർഗമാണ്. ഇബ്രാഹിം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മാത്രാച്ചി വിഷമിച്ചിരിക്കുന്നത് കണ്ടു. താൻ ഇവിടെ ഉണ്ടായിരുന്നോ? അയാൾ കുമ്പിട്ടു. ഞാൻ അങ്ങയെ കാത്തു നിന്നതാണ്. എന്തുപറ്റി? സാദിക ഹാത്തുനോട് സംസാരിക്കാനായില്ലേ? ഞാൻ സംസാരിച്ചു. അതിന് അങ്ങയോട് വളരെ നന്ദിയുണ്ട്. സാദിക അവരെ കാണുന്നു. ഇനി എന്താ വേണ്ടത്? ഞാൻ അവളോട് സംസാരിച്ചു. പക്ഷെ അവൾ ഒന്നും പറയാതെ ഓടിപ്പോയി. പിന്നെ താൻ എന്താ വിചാരിച്ചത്? തന്നെ കാണുമ്പോൾ തന്നെ അവൾ വന്ന് തന്നെ കെട്ടിപ്പിടിക്കുമെന്നോ? ക്ഷമ വേണം, ഇബ്രാഹിം അയാളുടെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. തീർച്ചയായും ഒരു നാൾ തനിക്ക് അവളുടെ ഇഷ്ടം തിരിച്ചു കിട്ടും. ഇൻഷാ അള്ളാ പാഷ. മാത്രാച്ചി ചിരിച്ചു. അവരുടെ സംസാരം കണ്ട സാദിക സംശയിച്ചു നിൽക്കുന്നു. വെനിറ്റിയൻ അംബാസിഡർ എനിക്കൊരു ഡൈനിങ് ടേബിൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. താൻ അത് കണ്ടിരുന്നോ? ഇല്ല പാഷ. സുലൈമാനും ഹുറവും കാട്ടിലൂടെ സംസാരിച്ച് നടക്കുന്നു. മാഹിദേവരാൻ വരുമ്പോൾ ഹരത്തിലെ പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. രണ്ടാമതൊരു ഷേസാദിനെ കൂടി പ്രസവിച്ചപ്പോൾ ഹുറത്തിന് പവർ കൂടി. അവൾ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാം ചെയ്തു കൊടുക്കും. അവൾക്ക് ഭാഗ്യമുണ്ട്. മാഹിദേവരാനെ കണ്ടപ്പോൾ അവർ തലകുനിച്ച് നിന്നു. എന്താ ഇവിടെ നടക്കുന്നത്? വേഗം ക്ലാസ്സിൽ പോ. വാലിദ സുൽത്താന ദായ ഹാത്തുനോട് പറയുന്നു. ഹുറം ഇവിടെ ഇല്ലാത്തപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചുമക്കളെ ഒന്ന് കാണണം. നമുക്ക് പോകാൻ സുൽത്താന. ഇപ്പോൾ പെട്ടെന്നൊരു ട്രിപ്പ് എവിടെ നിന്ന് വന്നു? ഇൻക്യാരത്തിന് ഹുറത്തിനോട് താല്പര്യം കൂടുന്നത് പ്രശ്നമാണ് ദായെ. സൂക്ഷിക്കണം. ഇബ്രാഹിമിൻ്റെ പാലസിലേക്ക് ടേബിൾ കൊണ്ടുവരുന്നു. അത് കണ്ട് ഇബ്രാഹിമിന് സന്തോഷമായി. ഹദീജ അങ്ങോട്ട് വരുന്നു. വരൂ സുൽത്താന. അയാൾ അവളുടെ കയ്യിൽ മുത്തി. ഇതെന്താ ഇബ്രാഹിം? വെനിറ്റിയൻ അംബാസഡർ മോസിനോഗോ തന്ന വെഡ്ഡിംഗ് ഗിഫ്റ്റാണ്. ഇതിൻ്റെ കൂടെ ചെയേഴ്സും സിൽവർ ക്യാൻഡിൽ ഹോൾഡറും ഉണ്ട്. ഹദീജ സംശയത്തോടെ തൊട്ടു നോക്കി. എന്നിട്ട് ഇബ്രാഹിമിനെ നോക്കി ചിരിച്ചു. ഹുറവും സുലൈമാനും അവരുടെ ഔട്ടിംഗ് എൻജോയ് ചെയ്യുകയായിരുന്നു. ഈ പക്ഷികൾ അവരുടെ സ്നേഹം എപ്പോഴും പാടിക്കൊണ്ടിരിക്കും, സുലൈമാൻ പറഞ്ഞു. ഞാനും അങ്ങയോടുള്ള എൻ്റെ സ്നേഹം എപ്പോഴും പ്രകടിപ്പിക്കും. അവർ ചുംബിക്കുന്നു. ഇബ്രാഹിമും ഹദീജയും പുതിയ ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. എൻ്റെ സുൽത്താന, എൻ്റെ ഹൃദയത്തിൻ്റെ റാണി, നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടും കണ്ടിട്ടും എനിക്ക് മതിയാവുന്നില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു ഇബ്രാഹിം. ഈ സ്വർഗം ഒരിക്കലും അവസാനിക്കരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. സുലൈമാൻ ഹുറത്തെ നോക്കിയൊരു പ്രണയ കവിത പാടുന്നു. അവരും റൊമാൻറ്റിക് ആയിട്ടിരുന്നു. ഗുൽഷ മാഹിദേവരാനോട് വന്ന് പറയുന്നു. അവർ ഇനിയും തിരിച്ചെത്തിയില്ല സുൽത്താന. ഇനി അവരെ കാത്തിരിക്കേണ്ട. മാഹിദേവരാന് കരച്ചിൽ വന്നു. രാവിലെ എണീറ്റ് ഹുറം പറയുന്നു. നമുക്ക് പോകാം, എൻ്റെ കുട്ടികൾ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. സുലൈമാൻ അവളുടെ നെറുകയിൽ മുത്തം വെച്ചു. ഈജിപ്തിൽ നിന്നും ഖാദി സെയ്ദ് മുഹമ്മദ് അഫൻഡി ഇബ്രാഹിമിന് ലെറ്റർ കൊടുത്തുവിട്ടു. അയാസ് പാഷ അത് ഇബ്രാഹിമിന് കൊടുത്തു. ഇബ്രാഹിം അത് വായിക്കുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാഷ? ഖാദി സെയ്ദ് പറയുന്നത് അഹമ്മദ് പാഷ മാമേലുക് സൈന്യവുമായി ചേർന്ന് സഖ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അഹമ്മദ് പാഷ താൻ ഒരിക്കലും മര്യാദ പഠിക്കില്ലല്ലേ? ഇബ്രാഹിം സ്വയം പറഞ്ഞു. അയാൾ സ്വന്തമായി സമ്പത്തുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ടാവും. വാലിദ സുൽത്താന മാഹിദേവരാനോട് പറയുന്നു. മാഹിദേവരാൻ, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വിഷമിക്കുകയാണ്. അവർ ഇതുവരെ തിരിച്ചെത്തിയില്ല വാലിദ. ഹുറം ഇപ്പോൾ വരും. അവളുടെ കുട്ടികൾ ഇവിടെയല്ലേ ഉള്ളത്? നമ്മൾ ഇന്ന് ഹദീജയുടെ പാലസിൽ പോവുകയാണ്. എൻ്റെ മോനത് ഒരിക്കലും മിസ് ചെയ്യില്ല. മാഹിദേവരാൻ ഒന്നും മിണ്ടിയില്ല. ഹുറം കിളികളുമായി പാലസിലേക്ക് വരുന്നു. സുൽത്താന, നിങ്ങൾ വളരെ സന്തോഷത്തിലാണല്ലോ? നിഗാർ ചോദിച്ചു. നോക്ക്, ഇൻക്യാരം തന്ന സമ്മാനമാണ്. നല്ല ഭംഗിയില്ലേ? ഇവരും ഞങ്ങളെപ്പോലെ തന്നെ വളരെ സ്നേഹത്തിലാണ്. മാഹിദേവരാൻ അത് മുകളിൽ നിന്ന് കേൾക്കുന്നു. ഞങ്ങൾ ഇന്നലെ ഫോറസ്റ്റിലായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കൗൺസിൽ മീറ്റിംഗിലേക്ക് സുലൈമാൻ വരുന്നു. എല്ലാവരും തലകുനിച്ച് നിന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടോ എൻ്റെ പാഷമാരെ? ഈജിപ്തിൽ നിന്നും ഖാദി സെയ്ദ് മുഹമ്മദ് അഫൻഡിയുടെ കത്തുണ്ടായിരുന്നു. അഹമ്മദ് പാഷ എന്തെങ്കിലും പ്രശ്നം തുടങ്ങിയോ? അഹമ്മദ് പാഷ മാമേലുക് സൈന്യവുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. യാഥാർത്ഥ്യമറിയാതെ ഞാൻ അദ്ദേഹത്തെ കൂടുതൽ കുറ്റപ്പെടുത്തുന്നില്ല. ചിലപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗൂഢപദ്ധതികൾ ഉണ്ടാവാം ഇൻക്യാരം. അതേപ്പറ്റി അന്വേഷിക്കണോ ഇൻക്യാരം? അയസ് പാഷ ചോദിച്ചു. സുലൈമാൻ ഒന്ന് ആലോചിച്ചു. അഹമ്മദ് പാഷയെ എപ്പോഴും നിരീക്ഷിക്കണമെന്ന് ഖാദി സെയ്ദ് അഫൻഡിയെ അറിയിക്കണം. എല്ലാ പാഷമാരും സൂക്ഷിച്ചോ. മിക്കവാറും അഹമ്മദ് പാഷ വലിയ പ്രശ്നത്തിലാവും പെടാൻ പോകുന്നത്. ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ, സുലൈമാൻ പറഞ്ഞു. ഹുറം കുട്ടികളുടെ കൂടെ ഇരിക്കുന്നു. ഇത് ഇൻക്യാരത്തിൻ്റെ ഗിഫ്റ്റാണ്. ഗുൽനിഹാൽ ചിരിച്ചു. ഇന്ന് വൈകിട്ട് ഹദീജ സുൽത്താനയുടെ പാലസിൽ പാർട്ടിക്ക് പോകണം. ഏറ്റവും സുന്ദരിയായി വേണം പോകാൻ. സമയമായി ഹുറം, വേഗം റെഡിയായിക്കോ. രാത്രി ഹദീജയും ഇബ്രാഹിമും അതിഥികളെ സ്വീകരിക്കാൻ തയ്യാറായി നിന്നു. അവർ എത്തുന്നു. വരൂ വാലിദ. ഹദീജ ചെന്ന് ഹഗ് ചെയ്തു. ഇബ്രാഹിം അവരുടെ വസ്ത്രത്തിൽ മുത്തി. ഡൈനിങ് ടേബിൾ കണ്ട വാലിദ സുൽത്താന അതിശയിച്ച് നോക്കുന്നു. നമ്മൾ ഇവിടെ ഇരുന്നാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? അതെ വാലിദ. യൂറോപ്യൻ സ്റ്റൈൽ എനിക്കിഷ്ടമാണ്, ഗുൽഫാം പറഞ്ഞു. എല്ലാവരും പരസ്പരം നോക്കി.
വാലിദ സുൽത്താനയുടെ മുഖം മാറി. ഇൻകാരം എപ്പോൾ വരും വാലിദ? ഹദീജ ചോദിച്ചു. വാലിദ, നമുക്ക് അവിടെ ഇരിക്കാം. ഇൻകാരം വരുന്നതേ ഉണ്ടാവുള്ളൂ. വാലിദ സുൽത്താന തലയാട്ടി. അവർ അവിടെ പോയിരുന്നുവെങ്കിലും വാലിദ സുൽത്താന നീരസത്തോടെ ടേബിൾ തന്നെ നോക്കിയിരുന്നു. സുലൈമാനും ഹുറവും എൻജോയ് ചെയ്തു വരികയായിരുന്നു. എന്നും എപ്പോഴും എനിക്ക് ഇങ്ങനെ അങ്ങയോടൊപ്പം ഇരുന്നാൽ മതി. അവൾ അയാളുടെ തോളിൽ ചാഞ്ഞു. നമ്മൾ സ്ഥലത്തെത്തി. അവർ ഇറങ്ങുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ എഴുന്നള്ളുന്നു വിളിച്ചു പറയുന്നത് കേട്ട ലിയോ എത്തി നോക്കി. സുലൈമാനും ഹുറവും പോകുന്നത് കണ്ട ലിയോ അസ്വസ്ഥനായി. എല്ലാവരും തല കുനിച്ചു നിന്നു. അവർ കയറി വന്നു. ഹുറത്തെ കണ്ട മാഹിദേവരാൻ നോക്കി. ഹദീജ പോയി സുലൈമാൻ്റെ കയ്യിൽ മുത്തി. ശേഷം ഇബ്രാഹിമും. സുലൈമാൻ ചിരിച്ചു. വാലിദ സുൽത്താൻ എല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഡൈനിങ് ടേബിൾ കണ്ട സുലൈമാനും വന്ന് തൊട്ടു നോക്കി. ഇതെവിടെ നിന്ന് കിട്ടി ഇബ്രാഹിം? വെനിറ്റിയൻസിൻ്റെ വെഡ്ഡിംഗ് ഗിഫ്റ്റാണ്. വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ തന്ന് അവർ നിന്നെ വശത്താക്കാൻ ശ്രമിക്കുകയാവും. ഇബ്രാഹിം ഒന്നും മിണ്ടിയില്ല. ആ അവിശ്വാസികൾ അതും ഇതും പറഞ്ഞ് വീണ്ടും വീണ്ടും അടുക്കാൻ ശ്രമിക്കും, വാലിദ സുൽത്താന പറഞ്ഞു. സുലൈമാൻ അവരെ ഒന്ന് നോക്കിയിട്ട് പാലസ് ചുറ്റിക്കാണുന്നു. അവിടുത്തെ ചിത്രങ്ങൾ കണ്ട സുലൈമാൻ പറയുന്നു, വാലിദ, ഇവിടെ വന്നിട്ടൊരു യൂറോപ്യൻ പാലസിലെത്തിയതുപോലെ ഉണ്ടല്ലേ? വാലിദ സുൽത്താന അതൃപ്തിയോടെ ഹദീജയെയും ഇബ്രാഹിമിനെയും നോക്കി. അവർ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും പരസ്പരം നോക്കി. ഹുറം സന്തോഷത്തിലായിരുന്നു. ചുറ്റും നോക്കിയ സുലൈമാൻ ഹുറത്തിൻ്റെ പുറകിൽ നിന്ന് സാദികയെ ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കിയ ഹുറത്തിൻ്റെ ചിരി മാറി. സുലൈമാൻ അറിയാത്തതുപോലെ നോട്ടം തിരിച്ചു. അവിടുന്ന് പുറത്തേക്ക് വന്ന സാദികയുടെ അടുത്തേക്ക് മാത്രാച്ചി വരുന്നു. പേടിക്കണ്ട, നിക്ക്, ഞാൻ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എന്നോട് പറയാം. എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്ത് വേണമെങ്കിലും ചോദിക്കാമോ? അതെ, നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഞാൻ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് നാളായി. ഞാനൊരു ലെറ്റർ എഴുതി, പക്ഷെ അത് ഇതുവരെ അയക്കാനായില്ല. വിഷമിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. സാദിക ഡ്രസ്സിൻ്റെ ഇടയിൽ നിന്നും അതെടുത്ത് കൊടുത്തു. ഫോർച്യൂണ എന്ന കപ്പൽ ഇപ്പോൾ തുറമുഖത്ത് എത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ക്യാപ്റ്റൻ ആൻറ്റോണിയോ അതിലുണ്ടാവും. ഈ ലെറ്റർ അയാൾക്ക് കൊടുത്തിട്ട് പറയണം ഇത് വിക്ടോറിയ തന്നതാണെന്ന്. അദ്ദേഹം ഇതെൻ്റെ അങ്കിളിൻ്റെ അടുത്ത് എത്തിച്ചോളും. മാത്രാച്ചി അവളെ സംശയത്തോടെ നോക്കുന്നു. സാദിക അയാളുടെ കവിളിൽ മുത്തം വെച്ചിട്ട് ഓടിപ്പോയി. മാത്രാച്ചി വിശ്വസിക്കാനാവാതെ അവളെ തന്നെ നോക്കി നിന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാനായിരുന്നു. ഡൈനിങ് ടേബിളിലിരുന്ന വാലിദ സുൽത്താന അസ്വസ്ഥത കാണിച്ചു. സുലൈമാന് ചിരി വന്നു. ഇബ്രാഹിം നോക്കിയില്ല. അവർക്ക് മുന്നിൽ ഭക്ഷണം വിളമ്പി. എല്ലാം വളരെ നന്നായിട്ടുണ്ട്, താങ്ക് യു. പക്ഷെ ഇത് നമ്മുടെ പാലസിൽ വേണ്ടാട്ടോ മോനെ. എനിക്ക് നമ്മുടെ സിൽവർ പ്ലേറ്റിൽ നമ്മുടെ ചെറിയ സ്റ്റൂളിലിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. വാലിദ, പേടിക്കണ്ട, ഇതൊന്നും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരില്ല. അവർ തലയാട്ടി. പിന്നെ ആ ചുമരിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളൊന്നും ഇതുവരെ വാലിദ കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്ക്. വാലിദ സുൽത്താന നോക്കിയിട്ട് തല തിരിച്ചു. ഇതൊക്കെ ആളുകൾ കണ്ടാൽ എന്തു പറയും? വാലിദ സുൽത്താന പറഞ്ഞു. ഇതാണ് ഇബ്രാഹിം പാഷയുടെ പ്രശ്നം. അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാം, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം ചിരിച്ചുകൊണ്ട് സുലൈമാനെ നോക്കി. വാലിദ സുൽത്താനയും അവനെ നോക്കി. അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഇൻകാരം, ആ ക്രിമിയൻ പെയിൻറ്റർ ഇവിടെയുണ്ട്. അത് ശരി, അയാളെയും വിളിക്ക്, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കട്ടെ. കൺഗ്രാജുലേറ്റ് ചെയ്യാമല്ലോ, സുലൈമാൻ പറഞ്ഞു. ഇൻകാരം, ഇബ്രാഹിം വിളിച്ചു. കണ്ണുകൊണ്ട് വാലിദ സുൽത്താനയെ കാണിച്ചു. വാലിദ സുൽത്താന നോക്കുന്നു. സാരമില്ല, അയാളെ ഇങ്ങോട്ട് വിളിക്ക്, സുലൈമാൻ പറഞ്ഞു. ഇബ്രാഹിം എന്താണ് ചെയ്യേണ്ടതെന്ന് സംശയിച്ചിരുന്നു. ഇബ്രാഹിം, നീ തന്നെ പോയി അയാളെ ഇങ്ങോട്ട് വിളിക്ക്. അദ്ദേഹത്തെ പോലെ ഇത്ര കഴിവുള്ള ഒരു കലാകാരനെ നമ്മൾ ബഹുമാനിക്കണം, സുലൈമാൻ എല്ലാവരോടുമായി പറഞ്ഞു. വാലിദ സുൽത്താന ഒന്നും മിണ്ടിയില്ല. ഹുറം അതൊന്നും കാര്യമാക്കാതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. ലിയോ അസ്വസ്ഥനായി നടക്കുന്നു. മാത്രാച്ചി അയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കി. വരൂ ലിയോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. എനിക്കിപ്പോൾ വേണ്ട. എന്തു പറ്റി ലിയോ വിഷമിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല, ഒരു ഗാർഡ് വന്ന് പറയുന്നു. സുൽത്താൻ സുലൈമാൻ ഖാൻ അങ്ങയെ അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ലിയോ നിർവികാരനായി നോക്കുന്നു. ഇൻകാരം നിന്നെ വിളിക്കുന്നു ലിയോ, നിനക്ക് നല്ല സമ്മാനങ്ങളൊക്കെ തരും അദ്ദേഹം. ലിയോ ഒന്നും മിണ്ടിയില്ല. എന്തുപറ്റി ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നത്? പേടിക്കണ്ട, അദ്ദേഹം നിന്റെ തല വെട്ടുകയൊന്നുമില്ല. സന്തോഷത്തോടെയാണ് വിളിക്കുന്നത്. ചെല്ല്. മാത്രാച്ചി അവനെ തള്ളിക്കൊണ്ടു പോകുന്നു. അവിടെ എത്തിയ ലിയോ തലകുനിച്ച് നിന്നു. ഹുറം അതൊന്നും ശ്രദ്ധിക്കാതെ സംസാരത്തിലായിരുന്നു. ഇബ്രാഹിം ചെന്ന് ലിയോയെ പരിചയപ്പെടുത്തുന്നു. ഇൻകാരം, ഇതാണ് ലിയോ. ഇദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്സാണ് ഈ പാലസിനെ ഇത്ര മനോഹരമാക്കിയിരിക്കുന്നത്. വരൂ ലിയോ, സുലൈമാൻ വിളിച്ചു. ലിയോ പതുക്കെ അടുത്തേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് ലിയോയെ കണ്ട ഹുറം ഞെട്ടിപ്പോയി.